അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറിളല്ലാഹ്. ദുബായ് IPC അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന PMK ഫൈലി അനുസ്മരണ ദിനം. ഞാൻ ഓർക്കുന്നത്, ഇന്ന് കാലത്ത് മഅദിൻ അക്കാദമിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. മഅദിൻ പോളിടെക്നിക് ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് സാഹബ്, മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ മഞ്ഞളാംകുഴി അലി, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്റർ അനിൽകുമാർ, കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, മുൻ വൈസ് ചാൻസലർ, മഅദിൻ അക്കാദമിയ ഫോർ ഇന്റർനാഷണൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് KKM കുറുപ്പ് സാർ, മലപ്പുറം ജില്ലാ കലക്ടർ മോഹൻദാസ്, ഇവരെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ എന്നെ അല്പം ദുഃഖിപ്പിച്ചു, മാനസികമായി തളർത്തി. ഇതുപോലുള്ള വേദികളൊക്കെ പ്രോജ്വലമാക്കിയിരുന്നത് PMK ഫൈലിയായിരുന്നു. മരിക്കുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ടെക്നോറിയം പദ്ധതിയിൽ അതിഗംഭീര പ്രഭാഷണം PMK ഫൈലി. അതിൻ്റെ മുമ്പ് ഡിസംബർ 18 ഇന്റർനാഷണൽ അറബിക് ഡേയിൽ PMK ഫൈസിയുടെ പ്രഭാഷണം. ഇങ്ങനെ മഅദിൽ നടക്കുന്ന ഏത് ഉന്നത വേദികളിലും സ്വലാത്ത് മജ്ലിസുകളിലും 4 ആളുകൾ വരുമ്പോൾ പോലും അവിടെ മുൻനിരയിൽ PMK ഫൈലി. ഇത് മഅദിൽ മാത്രമല്ല, ദുർബലരെയും അശരണരെയും പാവങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ PMK ഫൈലിക്ക് പകരം വെക്കാൻ PMK ഫൈലി നവ്വറല്ലാഹു മർഖദ അല്ലാതെ മറ്റാരും ഞാൻ കണ്ടിട്ടില്ല. ദഅവ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്നുണ്ട്. പക്ഷേ ദഅവക്ക് പുതിയ ശൈലിയും രൂപവും ഭാവവും നൽകിയത് പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് PMK ഉസ്താദായിരുന്നു. അദ്ദേഹത്തിന്റെ മേഖലയിൽ മറ്റാർക്കും കയറിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ആരാരും എത്തിപ്പെടാത്ത മേഖലയിൽ അട്ടപ്പാടിയുടെയും തിരുവമ്പാടി, കൂടരഞ്ഞി, ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് അവരെ കാട്ടുജീവികളും മനുഷ്യരും തമ്മിൽ അന്തരമില്ലാതെ കഴിയുന്നവരെ സംസ്കാര സമ്പന്നരും ഉന്നത പൗരന്മാരുമാക്കി മാറ്റിയെടുക്കുന്നതിൽ PMK ഫൈലിയുടെ സേവനം ചില്ലറയല്ല. PMK ഫൈലി 50 ചില്ലാനും കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ആ കൊല്ലങ്ങൾക്കിടയിൽ എഴുതി തീർത്ത ഗ്രന്ഥങ്ങളും തൂലികകളും പരിശോധിച്ചു നോക്കിയാൽ ജനിച്ചോടം തൊട്ട് മരണം വരെയുള്ള ഓരോ ദിവസങ്ങളുമെടുത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ സമാഹാരങ്ങൾ, പേജുകൾ ക്രോഡീകരിച്ച് ഹരിച്ചാൽ ഒട്ടനവധി പേജുകൾ ദിനംപ്രതി അദ്ദേഹം രചിച്ചതായി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സമയത്തിന് അള്ളാഹു ബർക്കത്ത് നൽകി എന്നല്ലാതെ പറയാൻ കഴിയില്ല. അദ്ദേഹം മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസവും ആഴ്ചയിൽ 3 ദിവസം
അദ്ദേഹം എൻ്റെ സമീപത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട, ആരാരും ശ്രദ്ധിക്കാനില്ലാത്ത, ഉമ്മയോ ഉപ്പയോ ജ്യേഷ്ഠനോ അനുജനോ ബന്ധുക്കളോ കുടുംബങ്ങളോ എല്ലാവരാലും മായ്ത്തപ്പെട്ട, എല്ലാവരാലും അകറ്റി മാറ്റി നിർത്തപ്പെട്ട സലീമിന് ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹം എത്രയെത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന്, എത്ര ദുർബലരെ പഠിപ്പിച്ച് ഉന്നതരാക്കുന്നതിന്, ആതുര സേവന രംഗത്ത് ഹോസ്പിറ്റൽ പാവങ്ങളെ ചൂഷണങ്ങൾ ചെയ്യുന്ന ഒന്ന് മേഖലയായി മാറുമ്പോൾ ക്രസന്റ് ഹോസ്പിറ്റൽ 10,000-ങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നല്ല ചികിത്സ നടത്തി അവരെ ആശ്വസിപ്പിക്കുന്നത്. ഇതിനെല്ലാം താങ്ങും തണലുമായിരുന്നത് PMK ഉസ്താദിന്റെ സംസാരത്തിൽ എപ്പോഴും പറയാറുള്ളത് UAE-യിലെ, ഗൾഫ് രാജ്യങ്ങളിലെ, വിശിഷ്യ ദുബായിലെ IPC പ്രവർത്തകരാണ്. അവർ നൽകുന്ന സ്വീകരണവും സൗകര്യങ്ങളും സഹകരണവും എപ്പോഴും അദ്ദേഹം എടുത്തു പറയാറുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയാറുണ്ട്. അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾക്ക് റോയൽറ്റി വാങ്ങിയിരുന്നുവെങ്കിൽ, 1% റോയൽറ്റി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ഒരു ബില്യനിയറായി മാറുമായിരുന്നു. എവിടെ നിന്നും 1 രൂപ പോലും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അത് ആഗ്രഹിച്ചതുപോലുമില്ല. നീളത്തിലും വണ്ണത്തിലും വളരെ ചെറുതാണെങ്കിലും മനസ്സ് വളരെ വളരെ വിശാലമായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുക, ഏത് സാഹചര്യവും മനസ്സിലാക്കുക, എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുക, സർവോപരി സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുക, അതിന് ലക്ഷ്യം വെച്ച് ജീവിക്കുക, ആ സൽപാന്താവിലേക്ക് ആളുകളെ ചേർക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹോബി. ഇവിടെ പ്രാർത്ഥനകളല്ലാതെ മറ്റൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ അവർക്കാവശ്യമായ ആഭരണങ്ങളും കാശുകളും കല്യാണ ചിലവുകളും എല്ലാം ആ കുടുംബത്തിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ അനുവദിക്കാതെ നിങ്ങൾ നൽകിയ സഹായ സഹകരണങ്ങൾ, നിങ്ങളുടെ നന്ദി എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ആ 2 പെൺകുട്ടികൾക്കുമുള്ള ആഭരണങ്ങൾ എൻ്റെ കൈകൊണ്ട് ആ പെൺകുട്ടികൾക്ക് ഏൽപ്പിക്കുമ്പോൾ 2 വയസ്സ് പ്രായമെത്തിയ തമീം, പടച്ചവനെ, ഈ തമീം ഉപ്പായുടെ ലാളന ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. 24 വയസ്സുള്ള മഅറൂഫും 2 വയസ്സുള്ള തമീമും, ഇതിനിടയിൽ 7 കുട്ടികൾ, മൊത്തം 9 കുട്ടികൾ. അവരെല്ലാം നമ്മുടെ മക്കളാണ്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. PMK നമ്മിലേൽപ്പിച്ച IPCയും അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയും ദഅവാ പ്രവർത്തനങ്ങളും പൂർവോപരി ശക്തിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്തെല്ലാമുണ്ട് അതെല്ലാം സാക്ഷാത്കരിച്ച് അൽ ഇർഫാദ് മാസികയാണല്ലോ കേരളത്തിൽ സുന്നി സാഹിത്യ രംഗത്ത് ഒരു വലിയ ഓജസ്സും തേജസ്സുമായി മാറിയിരുന്നത്. ആ അൽ ഇർഫാദ് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക്
ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെല്ലാം അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം സാക്ഷാത്കരിക്കുന്നത് സർവാത്മന സഹകരിക്കണമെന്ന അപേക്ഷയോടെ ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه ومولانا മുഹമ്മദ്. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ IPCയുടെയും അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഞങ്ങളുടെ എല്ലാ ദഅവാ പ്രവർത്തനങ്ങളുടെയും നായകനായിരുന്ന, ഞങ്ങൾക്കെല്ലാ പ്രതിസന്ധികളിലും ആശ്വസിപ്പിച്ചിരുന്ന, എല്ലാ ആപൽഘട്ടങ്ങളിലും പ്രതിസന്ധിയിലും താങ്ങും തണലുമായിരുന്ന PMK ഫൈലി, അവരുടെ ഖബറും നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ സ്വർഗീയ ഭക്ഷണം നീ ഭക്ഷിപ്പിക്കണേ അല്ലാഹ്. ഭൗതിക ജീവിതത്തിൽ അവർ ഒട്ടും സന്തോഷിക്കുന്ന അദ്ദേഹം വിശ്രമിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിട്ടില്ല. റബ്ബേ, ഖബറിലെ ജീവിതം പുതുമാരൻ മണിയറയിൽ സന്തോഷവാനായി ഉറങ്ങുന്ന പോലെ ആഹ്ലാദഭരിതനായി സ്വർഗീയ പൂങ്കാവനത്തിലുള്ള താമസമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് സ്വർഗീയ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ അല്ലാഹ്, സ്വർഗീയ പാനീയം കുടിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ അവരെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരുടെ ഭാര്യ, മക്കൾ, കുടുംബത്തിന് നീ എന്നും താങ്ങും തണലുമാവണേ അല്ലാഹ്. അവരുടെ സഹകാരികളും സ്നേഹികളും സഹായികളും IPCയുടെയും അൽ ഇർഷാദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും പ്രവർത്തകർക്ക്, സാരഥികൾക്ക്, ഗുണകാംക്ഷികൾക്ക്, സഹകാരികൾക്ക് സർവ്വവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാഹ്. എല്ലാ ശാരീരികവും മാനസികവും പൈശാചുമെന്ന സർവ്വ രോഗങ്ങളും നീ ഷിഫയാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളും രക്തത്തിലോ മജ്ജയിലോ മാംസത്തിലോ ഇല്ലിലോ തൊലിയുള്ള രോഗങ്ങൾ നീ ഷിഫയാക്കണേ അല്ലാഹ്. ഖൈറായ തൊഴിൽ നീ നൽകണേ അല്ലാഹ്. തൊഴിൽ പ്രമോഷൻ നൽകണേ അല്ലാഹ്. ശമ്പള വർധനവ് നൽകണേ അല്ലാഹ്. അന്യരാശ്രയിക്കാ ജീവിക്കുള്ള ഐശ്വര്യം നീ നൽകണേ അല്ലാഹ്. സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. റാഹത്ത കുടുംബജീവിതം നൽകണേ അല്ലാഹ്. കൂടുമ്പോൾ ഇമ്പമുള്ള ജീവിതമാക്കണേ അല്ലാഹ്. അർത്ഥപൂർണമാക്കണേ അല്ലാഹ്. മധുരപൂർണമാക്കണേ അല്ലാഹ്. ഐഹിക പാരത്രിക ജീവിത വിജയം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ച് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. واغفر لآبائنا وأمهاتنا وأساتذتنا يا غافر المذنبين. وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇന്ന് ദുബായിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് IPCയുടെ പ്രവർത്തകർ ഹൃദ്യമായി ക്ഷണിച്ചില്ലെങ്കിലും സംബന്ധിക്കാൻ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് മഅദിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാം ആയതുകൊണ്ട് ധാരാളം മന്ത്രിമാരും MLAമാരും MP മാരും വിദ്യാഭ്യാസ വീക്ഷകരുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കഴിഞ്ഞ് ഏതെങ്കിലും എയർപോർട്ടിലേക്ക് പ്ലെയിൻ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നു. എൻ്റെ അസാന്നിധ്യം ശരീരം കൊണ്ടാണെങ്കിലും മനസ്സ് നിറയെ അവിടെയുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.